ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവരും വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കഴിക്കണം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇൻസ്റ്റയിലും വാട്സപ്പിലെല്ലാം. എന്താ ഇപ്പോൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതെന്ന് ചോദിച്ച്. അപ്പം റീസൺ എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ഞാൻ ബിസി ആയിപ്പോയി. നമ്മൾ കാക്കുവിൻ്റെ വീട്ടിലെല്ലാം, കാക്കുവിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെല്ലാം പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 1 വീക്കൊക്കെ. പിന്നെ താത്താൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ഇൻഷാ അല്ലാ കറക്റ്റ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ ഒരു 10 മണി തൊട്ടാണ് കേട്ടോ. പിന്നെ ഇന്ന് കുറച്ചധികം ബിസി ഡേ ആയതൊട്ട് തന്നെ രാവിലെ ചായ എല്ലാം കുടിച്ചിട്ടുടനെ തന്നെ കുറച്ചധികം തുണികളെല്ലാം മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെയ്യാണ് കേട്ടോ. കാരണം പിന്നത്തേക്കെല്ലാം ഈ ഒരു പണിയിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ അറിയുണ്ടാവില്ലേ എല്ലാവർക്കും. നമ്മൾ പിന്നത്തേക്ക് വെക്കും തോറും അതങ്ങ് കൂടിപ്പോവും, പിന്നെ അതങ്ങ് മടിയായി മാറും. അപ്പോൾ അതിലേക്കൊക്കെ നല്ലത് ഇതിപ്പോൾ അങ്ങ് ചെയ്യാണ് കേട്ടോ. മാക്സിമം എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ അധികം ഹാങ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സെല്ലാം ഞാൻ ഹാങ് ചെയ്തിട്ട് അങ്ങ് വെക്കാറാണ് കേട്ടോ. പിന്നെ കുറച്ച് ഡ്രസ്സ് അങ്ങ് മടക്കി വെക്കും. അതുകൊണ്ട് തന്നെ മടക്കി വെക്കൽ പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല, അത് അറിയില്ല കേട്ടോ എനിക്ക്. അല്ലാണ്ട് നല്ല ക്ലീനായി മടക്കാനും വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഹാങ് ചെയ്തിട്ട് വെക്കുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ. നമ്മൾ ധൃതിയിലെങ്ങാനും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ ഒന്നും കൂടെ അതാവും കേട്ടോ ബെറ്റർ. അപ്പോൾ ഞാനിപ്പോൾ അതാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒന്ന് ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവലാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടൗണിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ മലബാർക്കോട്ടിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. കാര്യം മോൻ്റെ കാലുമ്മലിടുന്ന തണ്ട അതൊന്ന് ചെറുതായി ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് പുതിയതൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകലാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മക്കളെ കാലുമ്മലിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാവും കാണാൻ വേണ്ടിയിട്ട്. ചിലർ ആൺകുട്ടികൾക്ക് ഗോൾഡൊന്നും കെട്ടിക്കൊടുക്കാറില്ല, പക്ഷെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ മോനിക്ക്. അതെന്തായാലും ഇൻഷാ അല്ലാ ഒരു 2.5-3 വയസ്സ് വരെയൊക്കെ കെട്ടിക്കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ച് വന്നിട്ടുള്ളത്. പിന്നെ ഗേൾസിന് ഒരുപാട് ഗോൾഡ് കളക്ഷൻസ് ഉണ്ട്, പക്ഷേ ആൺകുട്ടികൾക്ക് പിന്നെ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇത് പിന്നെ കൺഫ്യൂഷൻ ആവാനുമില്ല, ഒരൊറ്റ മോഡലാണ് ഉള്ളത്. പക്ഷേ സൈസിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അവൻ്റെ യൂസാക്കിയിരുന്ന തണ്ട ഒരു 1 ഇയർ എങ്ങാനും അവന് യൂസാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്നാണ് കേട്ടോ പൊട്ടിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എപ്പോഴും കാലുമ്മൽ ഇങ്ങനെ ഇട്ട് കണ്ടിട്ട് അത് ഇടാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ പോലെ തോന്നിയിട്ട് പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ഇപ്പം ഇത് നല്ല ഇഷ്ടമായിക്കണം കേട്ടോ നമുക്ക്. ഇത് കറക്റ്റ് സൈസും ഒക്കെയാണ്. അപ്പം ഇതെടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ എനിക്കൊരു റിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. പിന്നെ എനിക്ക് പക്ക ഗോൾഡിൻ്റെ ഒരു കോട്ടിങ് ആയിട്ടല്ല കേട്ടോ ഞാൻ നോക്കുന്നത്. എനിക്കെപ്പോഴും റിങ് നോക്കുമ്പോൾ ഒരു സ്റ്റോൺ വർക്ക് ആയിട്ടാണ് കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ കാക്കുനാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും ഉപ്പാക്കാണെങ്കിലും അധികം സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലൊന്നും ഇഷ്ടമില്ല. കറക്റ്റാണ്, നമ്മൾ യൂസ് ആക്കുന്ന ടൈമിൽ നല്ല ഭംഗിയാവും. പിന്നെ യൂസ് ചെയ്ത് കഴിയുന്തോറും ആ ഒരു സ്റ്റോണിൻ്റെ കളറങ്ങ് ഒന്ന് ഡിമ്മായി കഴിഞ്ഞാൽ ആ ഒരു റിങ് കാണാൻ കൊള്ളില്ല. പക്ഷേ എനിക്കെന്തോ അറിയില്ല, എനിക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ സ്റ്റോൺ വെച്ചിട്ടുള്ള റിങ്ങൊക്കെ. പിന്നെ എനിക്ക് റിങ് യൂസ് ചെയ്യാനും നല്ല കാര്യമാണ് കേട്ടോ. ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റൂബി കളക്ഷൻസിൽ വരുന്ന ജ്വല്ലറി റിങ് ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആ ഒരു പിങ്ക് സ്റ്റോണിൽ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ഡയമണ്ട് റിങ് ആയാലും
റൂബി റിംഗ് ആയാലും അതിൽ വരുന്ന സ്റ്റോണിന് നല്ല വാല്യൂ ആണ് കേട്ടോ. ഒരിക്കലും നമ്മുടെ നോർമൽ ഗോൾഡ് വരുന്ന സ്റ്റോണിൽ ഒരു വാല്യൂ ഉണ്ടാവില്ല, പക്ഷേ ഇതിൽ നല്ല വാല്യൂ ആണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു റിങ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു ബ്ലാക്ക് സ്റ്റോണൊക്കെയാണ് കേട്ടോ ഇതുമേൽ വരുന്നത്. ഒരു ഫ്ലവർ ഡിസൈനാണ്, പക്ഷേ ഇട്ടിട്ട് നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഒറ്റ റിങ് മതിയിട്ടാണ് നമ്മളെ കൈമേൽ ഏത് ഡ്രസ്സിലും നല്ല മാച്ചാക്കിയിട്ട് യൂസ് ആക്കുക. പക്ഷെ നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഞാനിത് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ഫൈനലി ഞാനൊരു റിങ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകലാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇന്ന് വന്ന ടൈമിൽ. ഇപ്പോൾ ഒരു വെഡിങ് സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബില്ലിങ്ങിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ലൊരു വെയിറ്റിംഗ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ ഗോൾഡ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വരുന്ന വഴി നമ്മൾ കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് ഓർഗനൈസിങ് ചെയ്തിട്ട് വെക്കാനുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ മേക്കപ്പ് ബോക്സിൻ്റെ ഒരു വീഡിയോ. അന്നേരം ആ ഒരു മേക്കപ്പ് ബോക്സിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റയിലും വാട്സപ്പിലെല്ലാം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രൈസ് എത്രയാണെന്നും പറഞ്ഞിട്ട് ഞാൻ റീപ്ലൈ തരാണ്ടിരുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് കറൻ്റ്ലി ആ ടൈമിൽ കറക്റ്റ് പ്രൈസ് എത്രയാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ കാക്കൂൻ്റെ അടുത്ത് ചോദിച്ച ടൈമിൽ പറഞ്ഞത് സൗദിയിൽ 1500 റിയാൽ എന്തോ ആണ് കേട്ടോ പറഞ്ഞത്. നമ്മളെ നാട്ടിലത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 16,000 അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് പ്രൈസ്. പിന്നെ എനിക്ക് ഓർഗനൈസിങ് ചെയ്ത് വെക്കുന്ന ജോലി നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം അതങ്ങ് ക്ലീനായി കാണുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. എനിക്കെന്തോ ഒരു ഹാപ്പിനെസ്സാണ് അത് കാണുമ്പോൾ. അപ്പോൾ ഉമ്മ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ സ്വയം ഏറ്റെടുത്തിട്ടുള്ളൊരു ജോലിയാണ് കേട്ടോ ഇത്. ഫുൾ ക്ലീനായിട്ട് നമ്മളിങ്ങനെ ഫുൾ ഓർഗനൈസായിട്ട് നല്ല ക്ലീനായിരിക്കുമ്പോൾ അത് കാണാനും വേണ്ടിയിട്ട് നല്ല ഭംഗിയാവും അല്ലേ. അപ്പം അത് എനിക്ക് നല്ല കാര്യമായതോട്ട് ഓർഗനൈസിങ് ചെയ്യുന്നത് എപ്പോഴും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലെല്ലാവർക്കും ബിസ്ക്കറ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ പൊന്നൂസിന് ബിസ്ക്കറ്റും ഇങ്ങനത്തെ സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ചായയിലൊക്കെ ടിപ്പ് ചെയ്ത് കഴിക്കാനും നല്ല ഇഷ്ടമാണ് കേട്ടോ നമുക്ക്. പിന്നെ ഞാൻ ചായ കുടിക്കില്ല, ചായ കുടിക്കാണ്ട് ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ അന്നേരം കുറച്ച് ചായ എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാറാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ആ ഒരു ചായ ഉമ്മാക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഞാൻ കൊടുക്കും. ചായ മാക്സിമം ഞാൻ കുടിക്കാറില്ല, എനിക്കിഷ്ടമില്ല കേട്ടോ. എന്നെപ്പോലെ ചായ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ നമ്മൾ കുറച്ചധികം ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടൗണിൽ പോകുമ്പോൾ കുറച്ചധികം ഫ്രഷ് കാണുന്നത് ഐറ്റംസെല്ലാം കുറച്ചധികം ബൾക്കായിട്ട് വാങ്ങിച്ച് കൊണ്ടുവിട്ടോ. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഇത്ര നല്ല ഉരുളക്കിഴങ്ങും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അമ്മ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ചധികം വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ കുറച്ചധികം വാങ്ങിച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ അത് കറിയൊക്കെ യൂസ് ആക്കാറുണ്ട്. അതുപോലെ മെയിനായിട്ടും പൊന്നും മോനും സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എന്തെങ്കിലും ഐറ്റംസാണ് കേട്ടോ ആക്കാറുള്ളത്. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും എന്ത് കാര്യം സ്റ്റോർ ചെയ്യുകയാണെങ്കിലും അതൊരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. കാരണം അത് കാണുമ്പോൾ ഒരു നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുപോലെ നമുക്ക് സ്പേസും ലാഭിക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കുറച്ച് കിച്ചൺ പ്രൊഡക്ട്സ് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സൗദിയിൽ നിന്ന് വന്നപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോഴാണ് കേട്ടോ അമ്മ യൂസ് ആക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കിച്ചൺ കണ്ടെയ്നേഴ്സൊക്കെ കാണുമ്പോൾ അതിങ്ങനെ എടുത്ത് നോക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ അമ്മ പുതിയതെന്ന് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ
ചെയ്തതാണ് കേട്ടോ. അതുപോലെ ഈ ഒരു മിനി കാസറോളും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു ക്യൂട്ട് ലുക്കാണ് കേട്ടോ. ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കിച്ചണിൽ അധികം യൂസ് ആക്കുന്നതും ഇങ്ങനത്തെ ഓരോ ന്യൂഡ് ഷെയ്ഡ് വന്നിട്ടുള്ള ഗ്ലാസും പ്ലേറ്റൊക്കെയാണ് കേട്ടോ. അതൊരു ഫ്രഷ് മൈൻഡാണ് എന്നാട്ടോ പറയുന്നത്. സംഭവം ശരി തന്നെയാണ് കേട്ടോ, എനിക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെ. ഇത് നമുക്ക് പെട്ടെന്ന് എപ്പോഴും എടുത്ത് യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു സൈസാണ് കേട്ടോ. പിന്നെ ഇത് നല്ല ടൈറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ടോപ്പൊക്കെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സും നല്ല ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ നമ്മൾ സൗദിയിൽ അന്ന് വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത് 50 റിയാൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. 50 റിയാൽ 100 റിയാൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. എന്തായാലും നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിലേറെ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ അവിടുത്തെ റിയാൽ നമ്മൾ നാട്ടിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ കിളി പോവും. അത്രയും ക്യാഷ് ആയോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല സ്പേഷ്യസും കാര്യമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇത്. ഇനിതാ ഞാൻ എൻ്റെ ഗോൾഡ് കാണിക്കാം കേട്ടോ നിങ്ങളെ. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഗോൾഡ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ മോൻ്റെ ഗോൾഡ് കാണിക്കാം കേട്ടോ. ഇതെനിക്ക് ഓവർ ടൈമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒരു സൈസിൻ്റെ ഇഷ്യൂ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് നല്ലുണ്ട് കേട്ടോ കാണാനും വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ഉറപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇത്. പിന്നെ ഇനി ഓവറായിട്ട് പരിക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം എന്താ പറയുക, അപ്പം നടക്കലൊക്കെ തുടത്തിയല്ലോ മോന്, അപ്പം അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴും സെയിം മോഡലാണെങ്കിലും ഇത് കാണുമ്പോൾ ഒരു ഭംഗി തന്നെയാണിത്. പിന്നെ നമുക്കിത് അഡ്ജസ്റ്റബിളാണ്, നമുക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാനും പറ്റുന്ന ഒരു മോഡൽ തന്നെയാണല്ലോ. ഇനിതാ നെക്സ്റ്റ് ഞാൻ എൻ്റെ ഒരു റിങ് കാണിക്കാം കേട്ടോ. ഒരുപാട് നോക്കിയിട്ടാണ് കേട്ടോ എനിക്ക് റിങ് കിട്ടിയത്. കാരണം അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ബട്ട് എനിക്ക് സൈസ് ചിലത് ലൂസാവും ടൈറ്റാവും അങ്ങനെയായിരുന്നു കേട്ടോ. ഫൈനലി പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ള ഈ ഒരു റിങ്ങാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു റിങ്ങില്ല. ഇത് ഫുള്ളായി സ്റ്റോൺ വരുന്നൊരു റിങ്ങാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു റിങ് നമുക്ക് ഡെയിലി യൂസിങ്ങിനും യൂസ് ആക്കാം കേട്ടോ. ഞാൻ അതാണ് കേട്ടോ അവരുടെ അടുത്ത് ഞാനത് പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില സ്റ്റോൺ വെച്ചിട്ടുള്ള റിങ്സൊന്നും നമുക്ക് ഡെയിലി വെയറിന് യൂസ് ആക്കാൻ പറ്റില്ല. പക്ഷേ ഇത് യൂസ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ഇത്രയ്ക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമെന്നാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് ഒന്നും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇൻഷാല്ലാ വേറെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.